കുട്ടികളുടെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നാറുണ്ടോ? അവർക്കൊരു അലച്ചിലും അസ്വസ്ഥതയൊക്കെ തോന്നാറുണ്ടോ? എന്നാൽ ചിട്ടയായൊരു ജീവിതക്രമം ഇല്ലാഞ്ഞിട്ടായിരിക്കാം. നമ്മുടെ പ്രകൃതിയിൽ ഒരു താളമുണ്ട്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസായ മെലറ്റോണിൻ, സെറോട്ടോണിൻ ഉണ്ടാകുന്നു. ഇവ നമ്മുടെ മനോഭാവത്തെ ബാധിക്കുന്ന ഹോർമോൺസാണ്. അതുകൊണ്ട് ഈ താളം തെറ്റുമ്പോൾ അത് നമ്മുടെ മനോഭാവത്തെ മാറ്റുന്നു, അസ്വസ്ഥത ഉണ്ടാക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ജോലി സമയം രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് കുറേ ജോലികൾ കിട്ടി, നമ്മുടെ ആ സമയക്രമമൊക്കെ തെറ്റിയെന്ന് വിചാരിക്കുക. നമ്മുടെ ഉറക്കത്തെ അത് ബാധിച്ചു, നമ്മുടെ ഭക്ഷണ സമയത്തെ അത് ബാധിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെയും അത് ബാധിച്ചു. കുട്ടികളുടെ കാര്യത്തിലും ഇതേപോലെ തന്നെ അവരും അസ്വസ്ഥരാകും. കുട്ടികൾക്ക് അടുത്തതെന്ത് സംഭവിക്കും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഉത്കണ്ഠ കുറയും. അപ്പോൾ രാത്രി എങ്ങനെ ഇത് ചിട്ടപ്പെടുത്താം? രാത്രി ഉറങ്ങുന്നതിന് 1/4 മണിക്കൂർ മുമ്പെങ്കിലും ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക, ടി വി ഓഫ് ചെയ്യുക. എന്നിട്ട് ക്രമേണ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അവരെ ഉറക്കത്തിലേക്ക് നയിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എടാ സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന പകരം അവരെ മെല്ലെ തട്ടി ഉണർത്തുക. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കുശലാന്വേഷണം നടത്തുക. ശരീരശുദ്ധി വരുത്താൻ വിടുക. ലഘു വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുക. കുളിക്കുക, ഭക്ഷണം കഴിക്കുക, സ്കൂളിലേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം, സന്തോഷമൊക്കെ തോന്നും. അവർക്ക് നല്ല എനർജി തോന്നും. രക്ഷിതാക്കൾ ഓർക്കേണ്ട കാര്യം, കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ചിട്ടയായൊരു ജീവിതമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ദിനചര്യ ചിട്ടപ്പെടുത്തുക. മാറ്റങ്ങൾ വരുത്താം. ഇങ്ങനെ ചിട്ടയായി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനോഭാവത്തിൽ തീർച്ചയായും നല്ല മാറ്റങ്ങൾ വരും. ഇന്ന് തന്നെ ചെയ്തു നോക്കുക.